അർജുൻ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ബെയിലി പാല നിർമ്മാണം അതിന്റെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്ലാറ്റ്ഫോം അടക്കമുള്ള കാര്യങ്ങൾ വിരിച്ചു വരുന്നുണ്ട്. ഗതാഗത സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി വാഹനങ്ങൾക്ക് അതിന്റെ മുകളിലൂടെ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ് എന്നറിയാൻ കഴിയുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ. തീർച്ചയായും രോഹിണി, ഈ പാലത്തിന്റെ അവസാനഘട്ട മിനുക്കുപണികളും അവസാനിക്കാറായി. അത്തരത്തിൽ പ്ലാറ്റ്ഫോം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ പാലം പണിയുടെ പൂർണ്ണതയിലെത്തി എന്ന് നമുക്ക് പറയുവാൻ കഴിയും. അത്തരത്തിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ റെസ്ക്യൂ കൂടുതൽ സുഗമമാക്കുവാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെ ഇവിടെ കോപ്പുകൂട്ടുന്നു, രക്ഷാപ്രവർത്തനം തന്നെ ഇവിടെ നടത്തുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ബെയിലി പാലം കൂടെ ഇപ്പോൾ പൂർത്തിയാകാൻ പോകുന്നത്. അടിപ്പാത കൂടി അടി കൂടി ശരിയാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം കൂടി രൂപീകരിച്ചു കഴിഞ്ഞാൽ ഈ പാലം പണിയുടെ പൂർണ്ണത കൈവരിക്കും. ഈ പാലം പണി പൂർണ്ണത കൈവരിക്കും. അങ്ങനെയാണെങ്കിൽ ചെറു വാഹനങ്ങൾ അടക്കം അവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കും. ആംബുലൻസ് അടക്കം നേരെ മുണ്ടക്കൈയിൽ ഭാഗത്തേക്ക് എത്തുവാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ വലിയ ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. എന്തിനാ തന്നെയും മറ്റു വാഹനങ്ങളടക്കം, അതായത് മറ്റ് റെസ്ക്യൂ വാഹനങ്ങളടക്കം അവിടേക്ക് എത്തിപ്പെടാൻ ഇരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിനെല്ലാം ഒരു പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഈ പാലം തുറന്നു കൊടുക്കുന്നത് അല്പസമയത്തിനകം തുറന്നു കൊടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല തൊട്ടപ്പുറത്ത് തന്നെ ഒരു നടപ്പാലം കൂടി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു സൈന്യം. ആ നടപ്പാലത്തിൽ കൂടിയാണ് ഇപ്പോൾ കൊണ്ടുവരുന്ന മൃതദേഹങ്ങളടക്കം അപ്പുറത്തേക്ക് എത്തിക്കുന്നത്. മാത്രമല്ല റെസ്ക്യൂ പ്രവർത്തകരടക്കം ഈ ചൂരൽമലയിലേക്കും അതുപോലെ തന്നെ മുണ്ടക്കൈയിലേക്കും പോകുന്നത് ആ ഒരു നടപ്പാലത്തിലൂടെയാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. മുണ്ടക്കൈ നമ്മൾ പറയുകയാണെങ്കിൽ രാവിലെ മുതൽ തുടങ്ങിയ രക്ഷാപ്രവർത്തനമാണ്. 7 മണിക്കാണ് രക്ഷാപ്രവർത്തനം ആരംഭിക്കുക എങ്കിലും 6 മണിക്കുള്ളിൽ തന്നെ ആളുകൾ അവിടെ എത്തുകയും മുണ്ടക്കൈയിൽ 6 മണിക്ക് ശേഷം മുണ്ടക്കൈയിൽ പ്രദേശത്ത് എത്തുകയും അവിടെ കൃത്യമായ രീതിയിൽ ഈ ഒരു ഏകോപനമായ രീതിയിൽ രക്ഷാപ്രവർത്തനം തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. രാവിലെ ചെറിയ രീതിയിൽ ഒരു മഴ പൊടിഞ്ഞിരുന്നെങ്കിലും പിന്നീട് കാലാവസ്ഥ അനുകൂലമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നീടും തുടർന്ന് വീണ്ടും മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ തുടർച്ചയായി കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇത്തരത്തിൽ ഈ മുണ്ടക്കൈ ഭാഗത്ത് അടക്കമുള്ളത്, അല്ലെങ്കിൽ ചൂരൽമല ഭാഗത്ത് അടക്കമുള്ളത്. ഒടുവിൽ ഇത്തരത്തിൽ മലയിൽ ശക്തമായ മഴ ഉണ്ടാവുകയാണെങ്കിൽ, വൈകുന്നേരങ്ങളിൽ സാധാരണ ഈ പ്രദേശങ്ങളിൽ മഴ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത്തരത്തിൽ ശക്തമായ മഴ ഉണ്ടാവുകയാണെങ്കിൽ ഈ രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുമെന്ന് വേണം നമുക്ക് പറയാൻ. അതായത് അത്തരത്തിൽ അവിടെ മഴ പെയ്യുമ്പോൾ ഈ ഒരു പ്രദേശത്താണ് അതിന്റെ എഫക്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തേക്ക് കൂടുതൽ വെള്ളം ഒലിച്ചെത്തുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ രക്ഷാപ്രവർത്തനം ദുസ്സഹമാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നനഞ്ഞു കിടക്കുന്ന മണ്ണാണ്. ഇവിടേക്കാണ് തുടർച്ചയായി മഴ പെയ്യുന്നത്. വയനാട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ 7-8 ദിവസം അത്തരത്തിൽ മഴ ശക്തിയായി തന്നെ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ കൃത്യമായി മഴവെള്ളം ഉള്ളിലേക്ക് ഇറങ്ങി ചെയ്യും, അത് പുറന്തള്ളുവാനുള്ള ശ്രമം തുടരുകയും ചെയ്യും. അതേ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലൊക്കെ സാധ്യതകളൊക്കെ ഉണ്ടാകുന്നതും അത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് അത്തരത്തിലുള്ള ഒരു പ്രത്യേകതയുള്ള സ്ഥലമാണ് വയനാട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ പരിപാലിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ പ്രകൃതിയെ അനുസരിച്ച് ജീവിക്കേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു ദുരന്തം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇനി ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് മുമ്പിലുള്ള ഏക പോംവഴി. അത്തരത്തിലേക്ക്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചിന്തയിലേക്ക് ജനങ്ങൾ മാറേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദുരന്തം നമുക്ക് തരുന്ന മെസ്സേജ്. എന്തിനാ തന്നെയും അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുടെ എത്തുമെന്നുള്ള ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രിയും ഈ പ്രദേശം സന്ദർശിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഏകോപനങ്ങൾ ഇവിടെ നടക്കുന്നു. ഏകോപന പരിപാടികളാണ് നടക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുള്ള നേതാക്കൾ ഇവിടെ എത്തുന്നു. ജോർജ് കുര്യൻ നേരത്തെ തന്നെ നമ്മളോട് സംസാരിച്ചതാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇവിടെയുള്ള കാര്യങ്ങൾ വീക്ഷിക്കുകയാണ് അദ്ദേഹം. മാത്രമല്ല എം കെ രാഘവനും ഇത്തരത്തിലുള്ള ഈ പ്രദേശത്ത് തന്നെയുണ്ട്. അദ്ദേഹവും ഇത്തരത്തിലുള്ള വിലയിരുത്തലിലായിരുന്നു. ഇങ്ങനെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഒരു പ്രദേശത്തുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും
സംരക്ഷിക്കുകയും ഈ ഒരു പ്രദേശത്തെ വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. മുണ്ടക്കയെ അപേക്ഷിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടക്കുമ്പോഴും ഈ കാലാവസ്ഥ അതിന് ഒരു വെല്ലുവിളിയാകുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം. മാത്രമല്ല മണ്ണ് കൃത്യമായി ഒഴുകി വരുന്ന ഒരു സാഹചര്യമുണ്ട്. മണ്ണ് ഒഴുകി വന്ന ഈ വീടിന്റെ മുകളിലേക്ക് കയറി നിൽക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. അത്തരത്തിൽ വീടിന്റെ മേൽക്കൂര മാത്രം കാണുന്ന സ്ഥിതിവിശേഷമാണ് ഈ മുണ്ടക്കയിലുള്ളത്. മാത്രമല്ല പല വീടുകളും കാണുന്നു പോലുമില്ല, അതിന്റെ മേൽക്കൂര പോലും കാണില്ലാത്ത ഒരവസ്ഥയാണുള്ളത്. ഇനി നമ്മൾ സംസാരിക്കുമ്പോൾ റെസ്ക്യൂ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് തികച്ചും മനുഷ്യന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല അവിടെയുള്ളത്. ഈ മണ്ണുമാന്ത്രി യന്ത്രം ഉപയോഗിച്ച് ഇവിടെ കുഴിച്ചു നോക്കേണ്ടത് അത്യാവശ്യമാണ്. അതെ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അർജുൻ. കാരണം മുണ്ടക്കൈയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അത് വ്യക്തമാക്കുന്നതാണ്. മനുഷ്യൻ കൈക്കോട്ടിയും ഒക്കെ കൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിൽ വീടുകൾക്കുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത്. അത് ഏറെ ദുഷ്കരം തന്നെയാണ്. കാരണം മണിക്കൂറുകൾ വേണ്ടി വരുന്നു മേൽക്കൂര ഒരു ഭാഗമെങ്കിലും ഒന്ന് പൊളിച്ചു നീക്കാൻ. അതിനകത്ത് മനുഷ്യജീവനുകൾ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നറിയാൻ, മൃതശരീരങ്ങൾ കിടപ്പുണ്ടോ എന്നൊക്കെ അറിയാൻ മണിക്കൂറുകളുടെ കാലതാമസം വരുന്നു. എന്തായാലും ഈ ബെയ്ലി പാലം ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. പാലം പണി പൂർത്തിയായി ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടുന്നതോടുകൂടി തന്നെ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ കൂടുതൽ, അതോടൊപ്പം ആംബുലൻസ് സൗകര്യങ്ങൾ കൂടുതൽ ഒക്കെ മുണ്ടക്കൈയിലേക്ക് എത്തും. ഇത് രക്ഷാപ്രവർത്തനത്തിന്റെ വേഗം കൂട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായും നിർണായകമായുള്ള ഒരു ദിവസമാണെന്ന്. ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി നിരവധി വാഹനങ്ങൾക്ക് ഇപ്പുറത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് മുണ്ടക്കയം ഭാഗത്തേക്ക് എത്തുവാൻ സാധിക്കും. മുണ്ടക്കയത്തേക്ക് നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു 3 കിലോമീറ്റർ ദൂരമുണ്ട്. അതായത് ആ കയറ്റം കയറി വലിയ ഒരു കയറ്റം കയറി വേണം അങ്ങോട്ട് നമുക്ക് പോകുവാൻ എന്നുള്ളതാണ് നമുക്ക് പറയുവാനുള്ളത്. അത്തരത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടണമെങ്കിൽ ഇത്തരത്തിൽ ഒരു പാലം നിർമ്മിക്കേണ്ടതുണ്ട്. അതുപോലെ വാഹനങ്ങൾ കൃത്യമായി വരേണ്ടതുണ്ട്. വിവിധ വാഹനങ്ങൾ അവിടെ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് യന്ത്ര ഭാഗങ്ങൾ അവിടെ കിടക്കുന്ന സാഹചര്യമുണ്ട്. ഇവയെല്ലാം തന്നെ ആ മുണ്ടക്കൈ പ്രദേശത്ത് എത്തിക്കേണ്ടത് അത്യാവശ്യവുമാണ്. ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ മുണ്ടക്കൈയിലെ അത്യാവശ്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ മനുഷ്യർക്ക് മാത്രം ചെന്ന് ചെയ്യാൻ കഴിയുന്നതല്ല. അല്ലെങ്കിൽ ഈ കൈക്കോട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാരയോ കൊണ്ടുപോയി അവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന സാഹചര്യമല്ല അവിടെയുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ പാറക്കല്ലുകളാണ് ഇവരുടെ മേൽ പതിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ വീടുകളുടെ മേൽ പതിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ സ്ലാബുകൾ ഒക്കെ ഇവരുടെ സ്ലാബുകളൊക്കെ നിറഞ്ഞ് അതിനടിയിൽ പെട്ടുപോകുന്നവരുമുണ്ട്, അല്ലെങ്കിൽ വീടിന്റെ മേൽക്കൂരയിൽ അടിയിൽ പെട്ടുപോകുന്നവരുണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാരെ രക്ഷിക്കണമെങ്കിൽ കൃത്യമായി ഹിറ്റാച്ചി അടക്കമുള്ള അല്ലെങ്കിൽ JCB അടക്കമുള്ള മണ്ണുമാന്തി യന്ത്രങ്ങൾ അവിടെ എത്തുകയും കൃത്യമായി തന്നെ ഇവിടങ്ങളിൽ കുഴിച്ചു നോക്കുകയും ഈ സ്ഥലങ്ങൾ ഈ ഒരു കോൺക്രീറ്റ് പാളികൾ പൊട്ടിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്നാൽ മാത്രമേ കൂടുതൽ റെസ്ക്യൂ നമുക്ക് സാധ്യമാവുകയുള്ളൂ. എന്നാൽ മാത്രമേ കൂടുതൽ രക്ഷപ്പെടുത്തൽ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഇനിയും അവിടെ ജീവനുണ്ടോ എന്നുള്ള ഒരു സംശയത്തിലാണ് റെസ്ക്യൂ ഇപ്പോഴും നടത്തുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ മണിക്കൂറുകളിലും ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് നിരവധി ബോഡികളാണ്, അത്തരത്തിലുള്ള മൃതശരീരങ്ങളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. അത്തരത്തിൽ ഓരോ വാഹനം വരുമ്പോഴും ഓരോരുത്തരുടെ നെഞ്ച് ഇടിക്കുകയാണ്. അതായത് മുകളിൽ നിന്നും മുണ്ടക്കൈയിൽ നിന്നും ഒരു വാഹനം വരുമ്പോൾ ആളുകളുടെ നെഞ്ചിൽ തീയാണ്. അതായത് ഇത് തങ്ങളിൽ പ്രിയപ്പെട്ട ആളെയും കൊണ്ടാണോ വരുന്നത്, അദ്ദേഹത്തിന് ജീവനുണ്ടോ അല്ലെങ്കിൽ മൃതശരീരമായിട്ടാണോ വരുന്നത് എന്നുള്ള ഒരു തോന്നൽ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ബെയ്ലി പാലം കൂടി നിർമ്മിക്കുന്നത്. ഈ പാലം നിർമ്മിക്കുന്നതോടുകൂടി തന്നെ സുഗമമായ രക്ഷാപ്രവർത്തനം നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല വൈകുന്നേരത്തോടെ മഴ പെയ്യാനുള്ള ഒരു സാധ്യത നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്. അത്തരത്തിൽ മഴ പെയ്തില്ല എങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം ഉണ്ടാകും. മാത്രമല്ല വൈകുന്നേരങ്ങളിൽ കോട ഇറങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ തണുപ്പ് നിറഞ്ഞ പ്രദേശമാണ്. ആ ഭൂപ്രദേശം മലകൾ മൂടി 4 വശത്തും മലകളുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കോടമഞ്ഞ് ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ വേണ്ടി സൈന്യം മുന്നിട്ടിറങ്ങിയത്. സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. സൈന്യത്തിന് കൂടെ ഫയർഫോഴ്സ് അടക്കമുള്ളവരുണ്ട്, NDRF പ്രവർത്തകരടക്കമുള്ളവരുണ്ട്. ഇത്തരത്തിൽ ഇവിടെയുള്ള സിവിലിയൻസ് ഉണ്ട്. സാധാരണ ജനങ്ങളടക്കം ഈ റെസ്ക്യൂവിന് ഇറങ്ങിയിരിക്കുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണുന്നില്ലെങ്കിലും ആ വിഷമങ്ങളെല്ലാം നെഞ്ചിലൊതുക്കി അല്ലെങ്കിൽ ആ വിഷമങ്ങളെല്ലാം കടിച്ചമർത്തി വീണ്ടും തെരയുവാൻ, അതായത് മറ്റുള്ള അവിടെ കിടക്കുന്ന ആളുകളെ തെരയുവാൻ വേണ്ടി എത്തിയിരിക്കുന്ന ആളുകളെ നമുക്കിവിടെയും കാണുവാൻ സാധിക്കും.